COPD എന്ന് പറയുമ്പോൾ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ COPD എന്ന് പറയുന്ന അസുഖം നിങ്ങളെല്ലാവരും COPD എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. COPD എന്ന് പറയുന്ന അസുഖം ഏറ്റവും കൂടുതൽ വരുന്നത് സ്മോക്ക് ചെയ്യുന്ന പേഷ്യൻസിനാണ്. അതായത് പുകവലിക്കുന്ന ആൾക്കാർക്കാണ് COPD ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. പുകവലി മാത്രമല്ല, അല്ലാതെ വേറെ കാരണങ്ങൾ കൊണ്ടും COPD വരാം. അപ്പോൾ അതിലൊന്നാണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, അതായത് നമ്മളുടെ വായു മലിനീകരണം കൊണ്ടും COPD വരാം. പിന്നെ ഒക്കുപേഷണൽ എക്സ്പോഷർ, അതായത് ചില പേഷ്യൻസ് അവർ ചില കെമിക്കൽ ഇൻഡസ്ട്രി, അതായത് ഡൈയിങ് ഇൻഡസ്ട്രി, ഫാബ്രിക് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ അങ്ങനത്തെ കെമിക്കൽ ഇൻഡസ്ട്രി, അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെ വർഷങ്ങളായിട്ട് ആ ഒരു കെമിക്കൽ എക്സ്പോഷർ കാരണം അവർ ആ കെമിക്കൽ ശ്വസിക്കുന്നത് കാരണം അവർക്ക് COPD വന്നേക്കാം ഭാവിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് COPDയുടെ മെയിനായിട്ടുള്ള റീസൺസ്. അതിൽ ഏറ്റവും കൂടുതൽ സ്മോക്കിംഗ് തന്നെയാണ് COPD വരാനുള്ള ഏറ്റവും വലിയ റീസൺ. സ്മോക്കിംഗ് ആണ്. പിന്നെ COPD വരാനായിട്ടുള്ള ഒരു റീസണാണ്, അതായത് ജെനറ്റിക്. അത് വളരെ റെയർ ആയിട്ട്, അതായത്